ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട യൂണിക്കോൺ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞിരിക്കുന്നത് ജനറൽ സർവീസ് ഫ്രണ്ട് ടയർ വെട്ടി തേണ്ട ഒരു കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. പിന്നെ മിസ്സിങ് കംപ്ലയിൻറ്റ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റാം. എത്രയാണ് മെയിനായിട്ട് പറഞ്ഞാണ് അവർക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വണ്ടി വലിച്ച് കയറാനായിട്ടൊരു ബുദ്ധിമുട്ട് പോലെയാണ് കാണിക്കുക. അല്ലാണ്ട് പെട്രോൾ കിട്ടാത്ത പോലത്തെ ഒരു ഫീലല്ല കംപ്ലയിൻറ്റ് കാണിക്കുന്നത്. അത് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ ഞാൻ ആ വണ്ടി ഓടിച്ച് നോക്കി വർക്കിനായിട്ട് കയറ്റി ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക് തുടങ്ങിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡർ നമുക്ക് കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. ഏറെക്കുറെ നമുക്ക് അതിൻ്റെ അഡ്ജസ്റ്റിങ് ആയിട്ട് നമുക്ക് മില്ലിങ് തിരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിച്ചേക്കണേ. അപ്പോൾ അതിൻ്റെ അഡ്ജസ്റ്റിങ് പരമാവധിയിലേക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സർവീസ് വേണമെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. പക്ഷേ എന്ന് വെച്ചാൽ അടുത്ത സർവീസിലേക്ക് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ നോക്കിയിട്ട് നമ്മുടെ ഉപയോഗം അനുസരിച്ചിട്ട് കാര്യമായിട്ട് ഓട്ടോ ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റിയിടുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ എസ്റ്റിമേറ്റിൽ ബ്രേക്ക് ലൈൻഡറും കൂടി ഉൾപ്പെടുത്തുന്നുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം റിപ്ലൈ ഇട്ടാൽ മതി. പിന്നെ വീൽ ബെയറിങ് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ടയറൊക്കെ ആയാലും അത്യാവശ്യം നല്ല ടയറാണ്. ചെയിൻ ലൂസുണ്ട്, ചെറുതായിട്ടുള്ളൂ, നമുക്കതൊന്ന് ടൈറ്റ് ചെയ്തിടാം. പിന്നെ എയർ ഫിൽറ്ററൊക്കെ നോക്കി, എയർ ഫിൽറ്ററൊക്കെ കമ്പനി ഫിൽറ്റർ അടക്കണം. കുറച്ച് പൊടി ഉണ്ട്, അത് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്യാവുന്നുള്ളൂ. പിന്നെ ബാറ്ററി നോക്കുമ്പോൾ 2026 പുതിയ ബാറ്ററിയാണ് കേട്ടോ, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ നമുക്കതിൻ്റെ ഈ വലിയ കുറവും മിസ്സിങ്ങിൻ്റെ പ്രോബ്ലമായിട്ട് പറഞ്ഞേക്കണത് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റാണ്. കാർബറേറ്ററിൻ്റെയാണ് മെയിൻ കംപ്ലയിൻറ്റ്. അപ്പോൾ ഞാനത് അഴിച്ച് നോക്കുമ്പോൾ എൻ്റെ വാക്യൂം പിസ്റ്റണൊക്കെ നല്ല രീതിയിൽ കാർബറേറ്ററിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വാക്യൂം പിസ്റ്റൺ നമുക്ക് ചേഞ്ച് ചെയ്ത് തരണം. അതിന് ശേഷം കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് നല്ല രീതിയിൽ ക്ലീൻ ചെയ്യണം. ഇതിന് മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, നമുക്ക് ഈ സ്ലോ ജെറ്റ് ബ്ലോക്ക് ഉണ്ട്, മെയിൻ ജെറ്റും ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. അത് മെയിനായിട്ടുള്ള പ്രോബ്ലം എന്ന് ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു പ്രോബ്ലമാണ്. ശരിക്കും പറഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് ഇപ്പോൾ നമ്മുടെ വണ്ടിക്ക് ഉപയോഗിക്കാൻ കിട്ടുക. ഇപ്പോൾ നിലവിലെ എല്ലാ പമ്പുകളിലും അത് തന്നെ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് ഇപ്പോൾ കാർബറേറ്ററിനകത്ത് വന്നേക്കുന്ന സംഭവങ്ങൾ. ഒട്ടുമിക്ക ഭാഗങ്ങൾ ഇതൊക്കെ ശരിക്കും ഒരു പൂപ്പൽ പിടിച്ച പോലെയൊക്കെ അതിൻ്റെ ഉള്ളിലിരിക്കുക. ജെറ്റ് പെട്ടെന്ന് ബ്ലോക്കായി പോവുക, ഫ്ലോട്ട് വാൽവ് സ്റ്റക്ക് ആവുക, അതൊക്കെയാണ് അതിൻ്റെ മെയിൻ പ്രോബ്ലം. ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യത 90%. അതായത് കാർബറേറ്ററിൻ്റെ ഈ അടിയിലെ പൈപ്പ് വഴി പെട്രോൾ പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഇപ്പോഴത്തെ കാർബറേറ്ററുകൾ 90%. അതുകൊണ്ട് തന്നെ ബാക്കിയത്തെ ഭാഗം ക്ലീൻ ചെയ്തൊക്കെ നമുക്ക് റീസെറ്റ് ആക്കാം. പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രശ്നം വന്നാൽ നമുക്ക് സാധാരണ രീതിയിൽ അത് റെഡിയാക്കാൻ പറ്റാറില്ല. ഫ്ലോട്ട് വാൽവ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് റെഡി ആവുന്നതാണെങ്കിൽ നമുക്ക് അതങ്ങനെ കയറ്റാം. പക്ഷേ സാധാരണ രീതിയിൽ അത് ക്ലിയർ ചെയ്ത് കിട്ടാം. ഇപ്പോൾ തന്നെ ഫ്ലോട്ട് വാൽവ് സ്റ്റക്കാണ് ഇതിനകത്ത്. ഇതെന്തായാലും മാറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ, അറിഞ്ഞിരിക്കുക. കാരണം ഇപ്പോൾ നമ്മൾ പുതിയ കാർബറേറ്റർ മേടിച്ച് വെച്ചാൽ പോലും ഇപ്പോഴത്തെ പെട്രോളിൻ്റെ പ്രോബ്ലം കൊണ്ട് അതും കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം നമുക്ക് ക്ലീൻ ചെയ്താൽ തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്കതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലഗ് നമുക്ക് ചേഞ്ച് ചെയ്തിടാം കേട്ടോ, കാരണം അത്യാവശ്യം വലിയുടെ പ്രശ്നം പറയുന്നുണ്ട്, മിസ്സിങ്ങിൻ്റെ പ്രോബ്ലം കൂടി ഉള്ളതല്ലേ. അപ്പോൾ നമുക്ക് പ്ലഗ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം. ഫ്രണ്ടിലത്തെ വീലുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്തു. വീൽ ബെയറിങ്ങിന് കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. ഫ്രണ്ട് ഷോക്കിൻ്റെ ആക്ഷനൊക്കെ ഓക്കെയാണ്, വേറെ പ്രോബ്ലം ഒന്നുമില്ല. പിന്നെ ഈ ടയറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ടയർ ഏകദേശം ഒരു 90% ആയതിനു ശേഷമാണ് ഈ വെട്ടിത്തൈൽ വന്നേക്കണേ. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഒരു ടെക്നിക്കലി ഒരു പ്രോബ്ലം കാണുന്നില്ല. ഞാൻ അതിൻ്റെ സസ്പെൻഷൻ ബെയറിങ്ങിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, ഫ്രണ്ട് ഷോക്കിൻ്റെ വർക്കിങ്ങൊക്കെ നോക്കി, വേറെ കുഴപ്പമൊന്നുമില്ല. വീൽ അലൈൻമെൻറ്റ് അതേപോലെ ഫ്രണ്ട് കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട കംപ്ലയിൻസുകളും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലമൊക്കെ വരുന്ന സമയത്താണ് നമുക്ക് കോമണായിട്ട് സാധാരണ കാണിക്കാറ്. അപ്പോൾ നിലവിൽ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കംപ്ലയിൻ്റ് ആയിട്ട് ഫീൽ ചെയ്യണില്ല. അപ്പോൾ ടയറും പുതിയത് മാറ്റിയിട്ടതിന് ശേഷം നമുക്ക് ഒന്നും കൂടി ഇൻസ്പെക്ട് ചെയ്യാം. കൂടുതലായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാൽ മതി. പിന്നെ ബാക്കിൽ കിടക്കുന്ന ടയർ എന്ന് പറഞ്ഞാൽ ഓവർ ഗ്രിപ്പുള്ള മോഡലാണ്. അതും ഇതിന് ചിലപ്പോൾ ഒരു ബാധകമായിട്ട് വന്നേക്കാം. ഇതിപ്പോൾ എന്തെങ്കിലും ടയർ നിങ്ങൾ മാറ്റിയിടുമ്പോൾ പുതിയത് ഇടാം. അത് കമ്പനി മോഡലിടാം. MRFൻ്റെ തന്നെ സാപ്പർ എന്ന് പറയും, ആ വണ്ടി വരുമ്പോൾ ഉള്ള മോഡൽ. ആ മോഡൽ തന്നെ യൂസ് ചെയ്യണതാണ് ബെറ്റർ കേട്ടോ. അത് ഇട്ടതിന് ശേഷം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി നോക്കാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. പ്രത്യക്ഷത്തിൽ അല്ലാണ്ട് ഇപ്പോൾ നമുക്ക് വേറെ ടെക്നിക്കലി ഒരു പ്രോബ്ലം ഒന്നും പ്രത്യക്ഷത്തിൽ കാണുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. നമുക്ക് ജനറൽ സർവീസ് ബ്രേക്ക് ലൈനർ ഞാൻ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. എൻജിൻ ഓയിൽ ബോൾട്ട് വാഷ്, ഓറിങ് വരും. പിന്നെ സ്പാർക്ക് പ്ലഗ് ഞാൻ എസ്റ്റിമേറ്റിൽ മാറ്റാൻ വേണ്ടിയിട്ട് എഴുതുന്നുണ്ട്. കാർബറേറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യും. കാർബറേറ്റർ ക്ലീനിങ് ജനറൽ സർവീസിലുള്ളതല്ല, നമുക്ക് അഡീഷണൽ പേയ്മെൻറ്റ് വരുന്ന കേസാണ്. കാർബറേറ്റർ ക്ലീനർ വരും, സ്ലോ ജെറ്റ് വരും. അതേപോലെ തന്നെ ആ ഫ്ലോട്ട് വാൽവ് എന്ന് പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് മാറ്റിയിടണം. കാർബറേറ്ററിനകത്ത് തന്നെ ഈ വാക്യൂം പിസ്റ്റൺ ഇത്രയായിട്ടും നമുക്ക് മാറ്റണം. മാറ്റിയതിന് ശേഷം വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഉള്ളത് ഫ്രണ്ട് ബ്രേക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്കിൻ്റെ പാഡ് ഇതുണ്ടോ, നിലവിൽ അതിൻ്റെ ഇൻഡിക്കേഷൻ ലൈനാണത്. അത് ഏറെക്കുറെ അതിൻ്റെ ഒരു എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്, മാക്സിമം എൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്നുപോലെ നമുക്ക് ഇത് തന്നെ സെറ്റ് ചെയ്യാം, ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്യാം. പക്ഷേ അത് അടുത്ത സർവീസ് വരെ എന്തെങ്കിലും കിടക്കില്ല. അതല്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് നമ്മൾ വന്നിട്ട് നോക്കി അത് ഇടയ്ക്ക് കയറ്റി മാറ്റിക്കോണം. അതല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ബ്രേക്ക് ഡിസ്ക് ഈ പാഡ് തീർന്നിട്ട് ഡിസ്ക് പ്ലേറ്റുമേക്ക് കയറി ആ പ്ലേറ്റ് കയറി പിടിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ ഇതും ഡാമേജിലേക്ക് പോകും. ഒന്നുപോലെ നമുക്കത് ബ്രേക്ക് ലൈൻ പാഡ് സെറ്റ് മാറ്റിയിടാം.
അതല്ലെങ്കിൽ കുറേ ഓടി കഴിഞ്ഞപ്പോൾ വന്ന് മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എസ്റ്റിമേറ്റിൽ ഞാൻ ബ്രേക്ക് പാഡ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ കണ്ടതിന് ശേഷം കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം അപ്രൂവൽ കൊടുത്താൽ മതി കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നേരിട്ട് വിളിച്ചു ചോദിച്ചോ. അപ്പോൾ എന്നിട്ട് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്രൂവൽ കൊടുത്തേക്കാം. ജനറൽ സർവീസിൻ്റെ പുറമെ കാർബറേറ്റർ ക്ലീനിങ് നമുക്ക് അഡീഷണലായിട്ട് തന്നെ. അപ്പോൾ ജനറൽ സർവീസ്, കാർബറേറ്റർ ക്ലീനിങ് അടക്കം ലേബർ ചാർജും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. കാരണം റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.